നേർവീഥി നേർവീഥി നേർവീഥി. ഇവാഞ്ചലിസ്റ്റ് കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. യെശയ്യാപ്രവചനം 50-ാം അധ്യായം ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിങ്ങളുടെ അമ്മയെ ഉപേക്ഷിച്ച് കളഞ്ഞതിൻ്റെ ഉപേക്ഷണപത്രം എവിടെ? അല്ല, എൻ്റെ കടക്കാരിൽ ആർക്കാകുന്നു ഞാൻ നിങ്ങളെ വിറ്റുകളഞ്ഞത്? നിങ്ങളുടെ അകൃത്യങ്ങളാൽ നിങ്ങൾ നിങ്ങളെ തന്നെ വിറ്റുകളഞ്ഞു. നിങ്ങളുടെ ലംഘനങ്ങളാൽ നിങ്ങളുടെ അമ്മ ഉപേക്ഷിക്കപ്പെട്ടുമിരിക്കുന്നു. ഞാൻ വന്നപ്പോൾ ആരും ഇല്ലാതിരിപ്പാനും ഞാൻ വിളിച്ചപ്പോൾ ആരും ഉത്തരം പറയാതിരിപ്പാനും സംഗതി എന്ത്? വീണ്ടെടുപ്പാൻ കഴിയാതെ വണ്ണം എൻ്റെ കൈ വാസ്തവമായി കുറുകിയിരിക്കുന്നുവോ? അല്ല, വിടുവിപ്പാൻ എനിക്ക് ശക്തിയില്ലയോ? ഇതാ, എൻ്റെ ദാസനെ കൊണ്ട് ഞാൻ സമുദ്രത്തെ വറ്റിച്ചു കളഞ്ഞു, നദികളെ മരുഭൂമികളാക്കുന്നു. വെള്ളമില്ലായകയാൽ അവയിലെ മത്സ്യം ദാഹം കൊണ്ട് ചത്തുനാറുന്നു. ഞാൻ ആകാശത്തെ ഇരുട്ട് ഉടുപ്പിക്കുകയും രട്ട് പുതുപ്പിക്കുകയും ചെയ്യുന്നു. തളർന്നിരിക്കുന്നവരെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. അവൻ രാവിലെ തോറും ഉണർത്തുന്നു. ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് അവൻ എൻ്റെ ചെവി ഉണർത്തുന്നു. യഹോവയായ കർത്താവ് എൻ്റെ ചെവി തുറന്നു. ഞാനോ മറുത്തു നിന്നില്ല, പിന്തിരിഞ്ഞതുമില്ല. അടിക്കുന്നവർക്ക് ഞാൻ എൻ്റെ മുതുകും രോമം പറിക്കുന്നവർക്ക് എൻ്റെ കവിളും കാണിച്ചു കൊടുത്തു. എൻ്റെ മുഖം നിന്ദയ്ക്കും തുപ്പലിനും മറച്ചില്ല. യഹോവയായ കർത്താവ് എന്നെ സഹായിക്കും. അതുകൊണ്ട് ഞാൻ അമ്പരന്ന് പോകയില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ മുഖം തീക്കല്ല് പോലെ ആക്കിയിരിക്കുന്നു. ഞാൻ ലജ്ജിച്ച് പോകയില്ല എന്ന് ഞാൻ അറിയുന്നു. എന്നെ നീതീകരിക്കുന്നവൻ സമീപത്തുണ്ട്. എന്നോട് വാദിക്കുന്നവൻ ആർ? നമുക്ക് തമ്മിൽ ഒന്ന് നോക്കാം. എൻ്റെ പ്രതിയോഗി ആർ? അവൻ ഇങ്ങോട്ട് വരട്ടെ. ഇതാ, യഹോവയായ കർത്താവ് എന്നെ തുണയ്ക്കുന്നു. എന്നെ കുറ്റം വിധിക്കുന്നവൻ ആർ? അവരെല്ലാവരും വസ്ത്രം പോലെ പഴകിപ്പോകും. പുഴു അവരെ തിന്നുകളയും. നിങ്ങളിൽ യഹോവയെ ഭയപ്പെടുകയും അവന്റെ ദാസന്റെ വാക്ക് കേട്ടനുസരിക്കുകയും ചെയ്യുന്നവൻ ആർ? തനിക്ക് പ്രകാശം ഇല്ലാതെ അന്ധകാരത്തിൽ നടന്നാലും അവൻ യഹോവയുടെ നാമത്തിൽ ആശ്രയിച്ച് തന്റെ ദൈവത്തിന്മേൽ ചാരിക്കൊള്ളട്ടെ. തീ കത്തിച്ച് തീയമ്പുകൾ അരക്കി കെട്ടുന്നവരെ, നിങ്ങളെല്ലാവരും നിങ്ങളുടെ തീയുടെ വെളിച്ചത്തിലും നിങ്ങൾ കൊളുത്തി ഇരിക്കുന്ന തീയമ്പുകളുടെ ഇടയിലും നടപ്പീൻ. എൻ്റെ കയ്യാൽ ഇത് നിങ്ങൾക്ക് ഭവിക്കും. നിങ്ങൾ വ്യസനത്തോടെ കിടക്കേണ്ടി വരും. യെശയ്യാപ്രവചനം 50-ാം അധ്യായത്തിൽ പ്രസിദ്ധങ്ങളായ പല വാക്യങ്ങളും ഉണ്ട്. 2-ാം വാക്യം, വീണ്ടെടുപ്പാൻ കഴിയാതവണ്ണം എൻ്റെ കൈ വാസ്തവമായി കുറുകിയിരിക്കുന്നുവോ? അല്ല, വിടുവിപ്പാൻ എനിക്ക് ശക്തിയില്ലയോ? 4-ാം വാക്യം, തളർന്നിരിക്കുന്നവരെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. 5-ാം വാക്യം, യഹോവയായ കർത്താവിൻ്റെ ചെവി തുറന്നു. ഞാനോ മറുത്തു നിന്നില്ല, പിന്തിരിഞ്ഞതുമില്ല. 6-ാം വാക്യം, അടിക്കുന്നവർക്ക് ഞാൻ എൻ്റെ മുതുകും രോമം പറിക്കുന്നവർക്ക് എൻ്റെ കവിളും കാണിച്ചു കൊടുത്തു. എൻ്റെ മുഖം നിന്ദയ്ക്കും തുപ്പലിനും മറച്ചിട്ടുമില്ല. 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ദൈവം ഇസ്രായേലിനെ ഒരു ഭർത്താവ് ഭാര്യയെ പാപനിമിത്തം ഉപേക്ഷിക്കുന്നത് പോലെ തൽക്കാലത്തേക്ക് ഉപേക്ഷിച്ച കാര്യമാണ്. ഭാര്യയിൽ പരസംഗപാപം കണ്ടാൽ ഉപേക്ഷണപത്രം കൊടുത്ത് ഉപേക്ഷിക്കാം എന്ന് മോശ പറഞ്ഞു. ഉപേക്ഷിക്കപ്പെട്ടവർ വീട് വിട്ടു പോകണം എന്ന് ആവർത്തന പുസ്തകം 24-ാം അധ്യായത്തിൻ്റെ 1 പറയുന്നു. ദൈവജനമായ ഇസ്രായേൽ അവര് സ്വദേശം വിട്ട് ബാബേലിലേക്ക് പ്രവാസത്തിന് പോയത് അത് ദൈവം അവരെ ഉപേക്ഷിച്ചതിനാലാണ്. അതുപോലെ അവരുടെ മക്കൾ ബാബേലിലെ അടിമകളായി തീർന്നത് കടക്കാര് അവരെ കൊണ്ടുപോയതുപോലെയാണ്. ഇസ്രായേലിൽ ഒരാൾക്ക് കടം വന്നാൽ വീട്ടാൻ നിവൃത്തിയില്ലെങ്കിൽ മക്കളെ അടിമകളായിട്ട് പിടിച്ചുകൊണ്ട് പോകാറുണ്ടായിരുന്നു. അതാണ് ബാബേലിൽ അവർക്ക് സംഭവിക്കാനിടയായതെന്നാണ്. ദൈവത്തിന് അവരെ സൂക്ഷിക്കാനും തടയാനും ശക്തി ഉണ്ടായിരുന്നു. പക്ഷേ അവർ ദൈവത്തെ ഉപേക്ഷിച്ചതിനാലാണ് ദൈവം താൽക്കാലികമായിട്ട് അവരെ ഉപേക്ഷിച്ചത്. എന്നാൽ
ഇപ്പോൾ ദൈവം അവരെ ബാബയിൽ നിന്ന് വിടുവിക്കുകയാണ്, മടക്കി വരുത്തുകയാണ്. ഒരു ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ട ഭാര്യയെ തിരിച്ചെടുക്കുന്ന കാര്യങ്ങളൊക്കെ ഹോശേയയിലെ പ്രവചനത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ദൈവം ഇസ്രായേലിനെ തിരിച്ച് വിളിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ഇന്നും സംഭവിക്കുമോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഇന്നും ബാലശിക്ഷയുണ്ട്. ദൈവം പരിശുദ്ധനായതുകൊണ്ട് പാപം ആരിൽ കണ്ടാലും ദൈവം ശിക്ഷിക്കും. പാപികളിൽ കണ്ടാൽ അവരെ ശിക്ഷിക്കും. പക്ഷെ അവരുടെ ശിക്ഷ ഉടനെ ആയിരിക്കില്ലെന്ന് മാത്രം. എന്നാൽ വിശ്വാസികളുടെ ജീവിതത്തിൽ ഇതെല്ലാം അറിഞ്ഞിട്ടും പാപം ചെയ്താൽ അധികം ലഭിച്ചവനോട് അധികം ചോദിക്കുമെന്ന് പറഞ്ഞതുപോലെ കനത്ത ശിക്ഷ അവർക്കുണ്ടാകും. അത് ബാലശിക്ഷയാണ്. അത് അവരുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ പുത്രൻ തമ്പുരാൻ നമ്മുടെ കർത്താവായ യേശുവിൻ്റെ കാര്യമാണ്. ദൈവം പറഞ്ഞതെല്ലാം ഒരു ശിഷ്യനെ പോലെ യേശു അനുസരിച്ചു. അതുകൊണ്ടാണ് ചാട്ടവാറും അടിയും തുപ്പലും ആ മുഖത്തേൽക്കുവാൻ, ദേഹത്തേൽക്കുവാൻ അവിടുന്ന് ഏൽപ്പിച്ചു കൊടുത്തു. ഈ 6-ാം വാക്യം കർത്താവിനെ കുറിച്ചുള്ള വാക്യമാണ്. അടിക്കുന്നവർക്ക് ഞാൻ എൻ്റെ മുതുകും, രോമം പറിക്കുന്നവർക്ക് എൻ്റെ കവിളും കാണിച്ചു കൊടുത്തു, എൻ്റെ മുഖം നിന്ദിക്കും തുപ്പലിനും മറച്ചില്ല എന്നുള്ളത് അത് യെശയ്യാവിൻ്റെ കാര്യമല്ല. തീർച്ചയായിട്ടും അത് നമ്മുടെ കർത്താവിൻ്റെ, ദൈവത്തെ ഏറ്റവും പ്രസാദിപ്പിച്ച ദാസനായി ജീവിച്ച നമ്മുടെ കർത്താവിൻ്റെ കാര്യമാണ്. 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ തീക്കല്ല് പോലെ ഞാൻ എൻ്റെ മുഖം കടുപ്പിച്ചു എന്ന് വായിക്കുന്നത് യേശുവിനെ രക്ഷിക്കപ്പെടാത്ത, യേശുവിനെ കൈക്കൊണ്ട് രക്ഷിക്കപ്പെടാത്ത, ഈ സ്നേഹം അറിഞ്ഞിട്ടും അവര് അത് ചവിട്ടിക്കളയാൻ ഇടയായാൽ പ്രതികാരം ചെയ്യും. എബ്രായലേഖനത്തിലുണ്ട്, ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും തങ്ങളെ ശുദ്ധീകരിച്ച് നിയമരക്തത്തെ മല്ലുമെന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്തവർ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രരാകും. പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം വീട്ടുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നുവെന്ന. അപ്പോൾ ദൈവം മനുഷ്യനായി ഒരു ചോരക്കുഞ്ഞായി ഇവിടെ ജനിച്ച് തൻ്റെ ദൈവത്വം 33 വർഷം കൊണ്ട് തെളിയിച്ച ശേഷം മനുഷ്യൻ്റെ നരകം അനുഭവിക്കാൻ തയ്യാറായി. ആദാമിനോട് ഈ പഴം തിന്ന നാളിൽ മരിക്കുമെന്ന് പറഞ്ഞു. ആ മരണമാണ് യേശു ഏറ്റെടുത്തത്. മരണമെന്ന് പറഞ്ഞാൽ വേർപാടാണ്. ദൈവത്തിൽ നിന്നുള്ള വേർപാട്. ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെടുന്നു, സ്വർഗം വിട്ട് നരകത്തിൽ പോകാൻ ഇടയാകുന്നു. ഈ 3 യേശു അനുഭവിച്ചു. ആ കാര്യം ആളുകളെ അവരുടെ കുടിലിലും കൊട്ടാരത്തിലും ദൈവം അറിയിക്കുകയാണ്. അറിയിച്ചിട്ടും അവരെ സ്നേഹത്തോടെ വിളിച്ചിട്ടും അവരെ ബോധ്യപ്പെടുത്തിയിട്ടും അവരിതിനെ നിരാകരിച്ചാൽ തീർച്ചയായിട്ടും ഞാനെൻ്റെ മുഖം തീക്കല്ല് പോലെ കടുപ്പിക്കും എന്ന് പറഞ്ഞാൽ അവർ ശിക്ഷിക്കപ്പെട്ടേ തീരൂ എന്നാണ്. 10-ാം വാക്യം യഹോവയെ ഭയപ്പെടുന്നവർക്കുള്ള അനുഗ്രഹങ്ങളാണ്. അത് നാം വായിക്കുന്നത്, നിങ്ങളിൽ യഹോവയെ ഭയപ്പെടുകയും അവൻ്റെ ദാസന്റെ വാക്ക് കേട്ടനുസരിക്കുകയും ചെയ്യുന്നവൻ ആർ? തനിക്ക് പ്രകാശമില്ലാതെ അന്ധകാരത്തിൽ നടന്നാലും അവൻ യഹോവയുടെ നാമത്തിൽ ആശ്രയിച്ച് തൻ്റെ ദൈവത്തിന്മേൽ ചാരിക്കൊള്ളട്ടെ. യഹോവയെയും അവൻ്റെ ദാസനെയും യേശു യോഹന്നാൻ 14:1 പറഞ്ഞു, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. കാരണം യേശു ദൈവത്തോട് സമത്വമുള്ളവനാണ്. ഫിലിപ്പിയത്തിൽ വായിക്കുന്നത് അവൻ ദൈവരൂപത്തിലേക്ക് ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചില്ല എന്നാണ്. ബൈബിളിലെ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സമത്വമുള്ള 3 ആളത്വങ്ങളാണ്. 3 ആളത്വമുള്ള ഏക ദൈവം. ദൈവം ഒരുവനാണ്, ദൈവം ഏകനാണ്. പക്ഷെ അതിൽ 3 ആളത്വങ്ങളുണ്ട്. അതാണ് യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നവർക്ക് ഉണ്ടാകാൻ പോകുന്ന അനുഗ്രഹങ്ങളും നന്മകളും ദൈവരാജ്യവും പറഞ്ഞാണ് ഈ അധ്യായം അവസാനിപ്പിക്കുന്നത്. നമുക്ക് നമ്മുടെ കർത്താവിനെ കൂടുതൽ സ്നേഹിക്കാം. അവൻ്റെ വരവിനായിട്ട് നമുക്കൊരുങ്ങാം. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.